എന്താണ് ഈ സ്നാനം എന്നറിയാമോ? പ്രിയപ്പെട്ട നിങ്ങൾ നൂറ്റാണ്ടുകളായിട്ട് പാപികളില്ലയോ, ദോഷികളില്ലയോ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രാജകാലങ്ങളും എല്ലാ ദോഷങ്ങളും നിങ്ങളെ ചൂട് നൽകിയല്ലയോ? ഇത്രമാത്രം യാഗം കഴിച്ചിട്ടും ഇത്രമാത്രം നിങ്ങളെ ഏത് മതത്തിന്റെ അനുസരിച്ച് ആരാധനാക്രമങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു അതായത് പൈശാചിക മണ്ഡലത്തിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടില്ല. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ പിശാചിന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞതാണ്. അപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുക്രിസ്തുവിനോട് കൂടെ പാപസംബന്ധമായിട്ട് മരിക്കുക. നോക്കുവിനെ ക്രിസ്തീയ മതവിശ്വാസികളെ നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും നൂറ്റാണ്ടുകളായിട്ട് പാപികളും ദോഷികളുമാണ്. എന്തുകൊണ്ട് നിങ്ങൾ പാപസംബന്ധമായിട്ട് മരിച്ചില്ല? സ്നാനത്തിലേക്ക് വന്നില്ല. അതേ പ്രിയപ്പെട്ട സ്നാനത്തിലേക്ക് വന്നിട്ടല്ലാതെ നിങ്ങൾക്ക് പാപമോചനമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൂശിലേക്ക് നോക്കിക്കേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാപം അവൻ ഏറ്റത് വഴി, നിന്റെ ശിക്ഷാവിധിക്ക് യോഗ്യമായിരിക്കുന്ന ആദമിന്റെ പാപം അവൻ ഏറ്റത് വഴി അവൻ ആ പാപത്തിന് പരിഹാരം തന്നെ മരണത്തിൽ കൂടെ നമുക്ക് നിവർത്തിച്ചു തന്നിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരം അവൻ ക്രൂശിൽ നിവർത്തിച്ചാണ്